ലഹരി മരുന്ന് കൈവശം വെക്കുകയും ആ ലഹരി മരുന്ന് മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുന്ന ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷയാണ്. ഒരു മതത്തിൻ്റെ പരിവേഷം അതിന് കൊടുക്കുന്നത് വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ്. കാരണം പ്രൊഫഷണൽ കോളേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യം, നമ്മൾ കഴിഞ്ഞ ദിവസമാണല്ലോ എറണാകുളത്ത് എന്ത് ചെയ്യുന്നത്, ഒരു യുവതി എന്ത് ചെയ്യുന്നത്, പോലീസ് ജീപ്പ് മുമ്പിൽ നിന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊരു ലഹരി വസ്തുക്കളുമായി പിടികൂടുന്നവരുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിയാണ് വരുന്നത്. അപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മറ്റ് നിയമവശങ്ങളെക്കുറിച്ചും ഇന്ന് ലോ ടോക്സിൽ നമ്മളോട് സംസാരിക്കാനെത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് നിയമവിരുദ്ധമായ ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്? ഒരു മനുഷ്യനെ ഈ പറയുന്ന ലഹരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ മയക്കുന്ന തരത്തിൽ, അതായത് ഈ പറയുന്ന ഈ നമ്മുടെ ഡ്രഗ്സുകൾ, അതായത് ഈ പറയുന്ന മദ്യം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സുകളെല്ലാം തന്നെ നമ്മുടെ ലഹരി എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിൽ വരുന്നതാണ്. സ്വാഭാവികമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള ലഹരികളാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഒരാളുടെ മനോനിലയെ, അതായത് ഈ പറയുന്ന മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ഹനിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യത്തെ ഹനിക്കുന്ന എല്ലാ രാസവസ്തുക്കളെയും നമ്മൾ എന്താണ് ഈ പറയുന്ന ലഹരി എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലഹരിയുമായി ഒരു വ്യക്തിയെ പിടിക്കുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ എത്രത്തോളം ലഹരിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അളവും അതിൻ്റെ ശിക്ഷയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ലഹരി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു കാര്യത്തിലേക്ക്, ഒരു ബാനറിലേക്ക് നമുക്ക് ഒതുക്കാൻ കഴിയത്തില്ല. സ്വാഭാവികമായിട്ടും ലഹരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള ലഹരിയുണ്ട്. മദ്യം ഒരു ലഹരിയാണ്, കഞ്ചാവ് മറ്റൊരു ലഹരിയാണ്, ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സുകൾ ലഹരിയാണ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മയക്കുമരുന്നുകളുണ്ട്. ഇതൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലഹരികളാണ്. അപ്പോൾ ഓരോ ലഹരികളും നമ്മുടെ രാജ്യത്ത് എല്ലാ ലഹരികളും എന്താണ് നിയമവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമത്തിന് ഈ പറയുന്ന ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ വിപണനം ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. പക്ഷേ പലപ്പോഴും എന്താണ് ഈ പറയുന്ന അളവുകളാണ് ഓരോന്നിനും വെച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മദ്യം, അതായത് 3 ലിറ്ററിന് മുകളിൽ എന്ത് ചെയ്യാം, മദ്യം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. അതേസമയം എന്താണ് കഞ്ചാവ് ഇത്ര ശതമാനം മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഒരാൾക്ക് സൂക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഓരോ ലഹരിക്കും എന്താണ് ഓരോ മാനദണ്ഡങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ലഹരി ശേഖരിച്ച് വെക്കുകയോ ആ ലഹരി എന്ത് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായി എന്ത് ചെയ്യാം, നിയമപരമായിട്ട് പോലീസ്, അതോടൊപ്പം തന്നെ എക്സൈസ്, അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, അങ്ങനെ പല തരത്തിലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളും സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്കും എന്ത് ചെയ്യാം, കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അവരെ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഈ ലഹരിയുമായി പിടിക്കപ്പെടുന്ന വ്യക്തികളെ അവർക്ക് ജാമ്യം ലഭിക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടാകാറുണ്ടോ? തീർച്ചയായിട്ടും. ലഹരിയുടെ കേസുകളെ സംബന്ധിച്ചിടത്തോളം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നും അല്ലെങ്കിൽ വ്യക്തിപരമായ ഉപയോഗമെന്നും നമ്മൾ ലഹരി ഉപയോഗത്തെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. പലപ്പോഴും എന്താണ് ലഹരി ഏതെങ്കിലും ഒരാളുകൾ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് കയ്യിൽ സൂക്ഷിച്ചത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരായിട്ടുള്ള ശിക്ഷാവിധികൾ, പരിമിതമായിട്ടുള്ള ശിക്ഷാവിധികളെ നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ പറയുന്നുള്ളൂ. അതേസമയം ഈ പറയുന്ന കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയോടുകൂടി, അതായത് സ്വന്തം ഉപയോഗത്തിനല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ താല്പര്യത്തോടു കൂടി ലഹരി മരുന്ന് കൈവശം വെക്കുകയും ആ ലഹരി മരുന്ന് മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുന്ന ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷയാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് തവണ, അതായത് അവർക്ക് ജാമ്യം പലപ്പോഴും കിട്ടാൻ വളരെ സാധ്യതകൾ കുറവാണ്. ജാമ്യത്തിൽ കിടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ ചാർജ് ഷീറ്റ്, കുറ്റപത്രം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് പിന്നീട് എന്താണ് ആ റിമാൻഡ് കാലയളവിൽ തന്നെ ട്രയലിലേക്ക് പോകേണ്ടി വരുന്നതാണ്. ആ ട്രയലിൽ എത്രയും പെട്ടെന്ന്, നമുക്കറിയാം ലഹരിയുടെയൊക്കെ കേസുകളുടെ വിചാരണ നടപടികൾ വളരെ വേഗത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായിട്ടും കടുത്ത ശിക്ഷകളാണ് ഈ പറയുന്ന ലഹരിക്കും അതോടൊപ്പം തന്നെ എന്താണ് സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ ഉപയോഗിക്കുന്നവർക്കും അത് വിപണനം നടത്തുന്നവർക്കും എതിരായിട്ട് നമ്മുടെ കോടതികളും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ മതം ചാർത്തി കൊടുക്കുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അല്ല, ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ലഹരി എന്ന് പറയുമ്പോൾ പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലത്തെ ലഹരി എന്ന് പറയുന്നത് ഇവിടുത്തെ മദ്യം അല്ലെങ്കിൽ ചാരായം അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിരിറ്റ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ലഹരി എന്ന് പറയുന്നത്. പിന്നീട് ഈ പറയുന്ന നമ്മുടെ കാലഘട്ടം അനുസരിച്ച് എന്ത് ചെയ്തു, കഞ്ചാവ് എന്ത് ചെയ്തു, ലഹരിയുടെ ഒരു ഉറവിടമായി നമ്മുടെ യുവാക്കളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ 2000-ന് ശേഷം അല്ലെങ്കിൽ 2010-ന് ശേഷം നമ്മൾ പോലും പുതിയ ഈ പറയുന്ന ഓരോരോ പേരുകളിലേക്ക് ഇന്ന് നമ്മുടെ ലഹരികളുടെ സാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സുകൾ, MDMA അല്ലെങ്കിൽ ഈ പറയുന്ന മെത്തനോൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പലതരത്തിലുള്ള സ്റ്റാമ്പുകൾ, അങ്ങനെ പല പേരുകളിലാണ് ഈ പറയുന്ന നികുതികൾ, ഈ പറയുന്ന ഈ ലഹരികളൊക്കെ തന്നെ അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ലഹരി മാഫിയയുടെ ഈ പറയുന്ന ഉറവിടം തേടി പോകുമ്പോൾ അന്താരാഷ്ട്ര ബന്ധമുള്ള
ലഹരി സംഘങ്ങൾ വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രീതിയിലുള്ള ലഹരി കച്ചവടം നടത്തുന്ന സാഹചര്യമാണ്. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഈ ലഹരിയുമായി ഈ വിദേശ പൗരന്മാരെ വരെ എന്ത് ചെയ്യപ്പെടുന്നു? പിടികൂടപ്പെടുന്നു. നമ്മുടെ തുറമുഖങ്ങളിലും നമ്മുടെ വിമാനത്താവളങ്ങളിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു? വലിയ തോതിൽ ലഹരി എന്ത് ചെയ്യപ്പെടുന്നു? പിടിക്കപ്പെടുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ പിടിക്കപ്പെടുന്ന ലഹരി എന്താണ്? നമ്മുടെ രാജ്യത്ത് അല്ലെ നമ്മുടെ നാട്ടിൽ വിപണനം നടത്താൻ വേണ്ടി വരുന്ന ലഹരിയാണല്ലോ. സ്വാഭാവികമായിട്ടും ഈ ലഹരി മാഫിയ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് എന്താണ്? തീവ്രവാദ ബന്ധമുള്ള ലഹരി മാഫിയകൾ നമ്മുടെ ലോകാന്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭീകരവാദികളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ലഹരി കൃഷികൾ, അതായത് കഞ്ചാവിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന കറുപ്പ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തന്നെ ഓപ്പിയം പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്ന വിപണനം നടത്തുന്നതും. പക്ഷേ ഈ ലഹരി ഉപയോഗത്തിൻ്റെ പേരിൽ ഒരു മതത്തിൻ്റെ പരിവേഷം അതിന് കൊടുക്കുന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. കാരണം മതത്തിൻ്റെ പരിവേഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പരിവേഷം കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലഹരി മാഫിയെ എന്ത് ചെയ്യുവാണ്? യഥാർത്ഥ ലഹരി മാഫിയ അതിലൂടെ എന്ത് ചെയ്യുവാണ്? രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ എന്താണ്? ഇവിടെ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് എന്തെങ്കിലും മതം നോക്കിയിട്ടാണോ? കാരണം എല്ലാ മതങ്ങളും ലഹരിക്കെതിരാണ്. അതായത് എല്ലാ മതങ്ങളുടെയും വേദപുസ്തകങ്ങൾ എന്താണ്? ലഹരിക്കെതിരായിട്ടാണ്. അല്ലെങ്കിൽ മത പുരോഹിതന്മാർ ലഹരിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മത കേന്ദ്രങ്ങളൊക്കെ തന്നെ എന്താണ്? ലഹരി വിമുക്തമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അത് ഹിന്ദുവിൻ്റെ ആയാലും ഇസ്ലാമിൻ്റെ ആയാലും ക്രിസ്ത്യൻസിൻ്റെ ആയാലും എല്ലാ മതവിഭാഗങ്ങളും എന്താണ്? ഇതിനൊക്കെ എതിരാണ്. പക്ഷേ എന്ത് ചെയ്യപ്പെടുന്നു? ഇവിടെ പലപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു? ഇവിടെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ ഒരാളെ പിടിക്കപ്പെടുമ്പോൾ അയാളുടെ ജാതിയും മതവും ഒക്കെ അത് ടൈറ്റിൽ ഡീഡാക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണ് ഈ ലഹരി പ്രചരിപ്പിക്കുന്നത്, അല്ലെ അവരാണ് ഈ ലഹരി മാഫിയയ്ക്ക് പിന്നിലെന്ന് പറയുന്നത് യഥാർത്ഥ ലഹരി മാഫിയയിലുള്ളവരെ സംരക്ഷിക്കുന്നതിലേക്ക് വരും. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഐക്യവും തകരുന്ന സാഹചര്യം ഉണ്ടാകും. കാര്യം ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് എന്തില്ല? ജാതിയും മതമൊന്നുമില്ല. അവരവരുടെ ഉന്മാദത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഉന്മേഷത്തിന് വേണ്ടിയും ആസ്വാദനത്തിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലഹരി ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നമ്മുടെ യുവതലമുറയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഉപയോഗിക്കപ്പെടുന്നത്. നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും ഒക്കെ തന്നെ പണ്ട് നമ്മൾ ബാഗ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പണ്ട് കണ്ട കാര്യങ്ങളല്ല ഇപ്പോൾ കാണുന്നത്. ഇന്ന് ബാഗുകളിൽ നിന്ന് MDMA പിടികൂടുന്നു, അല്ലെങ്കിൽ കഞ്ചാവ് പിടികൂടുന്നു. ഹോസ്റ്റൽ മുറികളിൽ എന്ത് ചെയ്യുന്നു? ഈ LSD സ്റ്റാമ്പുകൾ പോലെയുള്ള വലിയ രാസമാലിന്യങ്ങളുള്ള ഈ പറയുന്ന ലഹരികൾ പിടികൂടുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഉപയോഗം കാരണം നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് വലിയ രീതിയിലാണ് നശിച്ചപ്പെടുന്നത്. കാര്യം അവരുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ജീവൻ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന നമ്മുടെ പൗരന്മാർ, അതായത് നമ്മുടെ ഓരോ രാജ്യത്തെ ഓരോ പൗരന്മാരും നമുക്ക് വിലപ്പെട്ടതാണ്. അവരുടെ ജീവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വളരെ വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ആവശ്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കൈവശം വെക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നുണ്ട്. പലരെയും പിടികൂടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഇന്നും വിപണിയിലേക്ക് പിടികൂടുന്നവരുടെ എണ്ണം കൂടുന്നത് പോലെ തന്നെ വിപണിയിലേക്ക് ഇറങ്ങുന്നവരുടെ എണ്ണവും കൂടുകയാണ്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും ഡിമാൻഡാണല്ലോ ഏതൊരു കാര്യത്തിൻ്റെയും ഉൽപ്പാദനം കൂട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡിനനുസരിച്ച് എന്തില്ല? സാധനം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ആ ഡിമാൻഡ്, ആളുകളുടെ എണ്ണം ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം നമ്മുടെ പുതുതലമുറയൊക്കെ തന്നെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വലിയ, അതായത് പ്രൊഫഷണൽ കോളേജുകളിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യം, നമ്മൾ കഴിഞ്ഞ ദിവസമാണല്ലോ എറണാകുളത്ത് എന്ത് ചെയ്യുന്നത്? ഒരു യുവതി എന്ത് ചെയ്യുന്നത്? പോലീസ് ജീപ്പ് മുമ്പിൽ നിന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊരു സർവ്വസാധാരണമായ സംഭവമായി മാറുന്നു. നമ്മുടെ നിയമത്തിന് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നോക്കി നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എന്താണ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എന്താണ് നിയമം കർശനമാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കൃത്യമായ ബോധവൽക്കരണം എന്താണ് ഇതിനാവശ്യം ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന യുവാക്കൾക്കും നമ്മൾ നൽകേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അത് ആവശ്യവുമാണ്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിയമങ്ങൾക്ക് നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ പല സാഹചര്യങ്ങളിലും. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ലേ? തീർച്ചയായിട്ടും നിയമങ്ങൾ കുറച്ചുകൂടെ കർശനമാക്കേണ്ട ആ സാഹചര്യം ഇപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മുടെ നാട്ടിലറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്ന താരതമ്യേന കുറഞ്ഞ അംശമുള്ള ലഹരിയാണ് മദ്യമെന്ന് പറയുന്നത്. ഈ പറയുന്ന 3 ലിറ്ററിന് മുകളിൽ മദ്യം സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് 10 വർഷം ശിക്ഷ കിട്ടുന്ന ഒരു രാജ്യത്താണ്
ഈ പറയുന്ന ഇത്ര ഗ്രാം കഞ്ചാവ് എന്ത് ചെയ്യാൻ കഴിയുന്നത്? 500 രൂപ പറ്റി അടച്ചാൽ ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ പറയുന്ന പഴയ കൺസെപ്റ്റുകൾ മാറ്റി എഴുതേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെയാണ് രാസലഹരികളെന്ന് പറയുന്നത്, MDMA പോലെയുള്ള ലഹരികളൊക്കെ ഈ അടുത്ത കാലത്താണ് ഇത്രമാത്രം സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ഓരോ ഉപയോഗത്തിലും എന്താണ് അവരുടെ ശരീരഭാഗം മരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ടൊക്കെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കച്ചവടം നടത്തുന്ന ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങളെ മൂടോടുകൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഈ കാര്യങ്ങളിൽ വിമുക്ത നേടാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയ കച്ചവടക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ അതിൻ്റെ വ്യാപാരിയെ പിടിച്ചുകൊണ്ട് ചടങ്ങ് തീർത്തത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ എക്സൈസും പോലീസും ഡാൻസ് സ്റ്റാഫും അല്ലെങ്കിൽ ഈ പറയുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഒക്കെ കാര്യക്ഷമമായി ഇടപെടേണ്ടതാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മറ്റു നിയമവശങ്ങളെക്കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഇന്ന് നമുക്ക് നൽകിയത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. താങ്ക് യു.